1 go. ഇത് നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടു കാണുമല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ രാമോജി ഫിലിം സിറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത്. രാമോജി ഫിലിം സിറ്റിയിൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത്, കുടയും നല്ല വെയിലാണ് ഇപ്പം, വെള്ളം എടുക്കണം, പിന്നെ മരുന്നുകളോ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കണം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തിലേ പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ രാവിലെ 9 മണിക്കെങ്കിലും രാമോജി ഫിലിം സിറ്റിയിൽ എത്തണം. എങ്കിൽ മാത്രമേ നമുക്കതെല്ലാം കറങ്ങി കണ്ടു കഴിയുള്ളൂ. ലേറ്റ് ആയിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾക്ക് നഷ്ടമാണത്. നമുക്ക് മുഴുവൻ സ്ഥലങ്ങളൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ കഴിക്കുകയാണ്. ഇതിനവിടെ നല്ലൊരു വടയുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു വടയാണത്. ഞാൻ എടുത്തു. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ പോയിട്ട്. ഏകദേശം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഇതാ നമ്മൾ രാമോജി ഫിലിം സിറ്റി എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് 1 മണിക്കൂർ ട്രാവലുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കയറാനുള്ള ടിക്കറ്റ് ഇന്നലെ ഞങ്ങൾ ഓൺലൈനായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ ഇവിടെ വന്നിട്ട് ഇനി തിരക്കാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ഇവിടെ വന്നിട്ടും എടുക്കാം. ഒരാൾക്ക് 1500 രൂപയാണ് റേറ്റ്, പ്ലസ് ടാക്സ് ആണ്. അപ്പോൾ നമ്മളത് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ബാഡ്ജ് തരും. ഈ ബാഡ്ജ് നമ്മളിവിടെ കയ്യിലോ എവിടെയെങ്കിലും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അകത്തോട്ട് കടത്തി വിടുകയുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങളതൊക്കെ സ്റ്റിക്ക് ചെയ്ത്. അപ്പോൾ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് എൻട്രിയാണ്. അകത്ത് കയറി കഴിയുമ്പോൾ ഒരുമിച്ച് പോകാം. അവർക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അകത്ത് കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഹോമിയോ മെഡിസിൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ആ ചൂട് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ടാവില്ല. സ്കിന്നിന് റാഷസ് വരും, ഡീഹൈഡ്രേഷൻ, ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനാണ് അവർ കൊടുക്കുന്നത്. വാങ്ങണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചിക്കൂസ് ഡൈനിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. മലയാളീസ് തന്നെയാണ്, ഇവിടെ കാണാൻ വന്നവരാണ്. പിന്നെ ഇവിടെ തൊപ്പിയൊക്കെ വിൽക്കുന്നുണ്ട്, വേണമെങ്കിൽ വാങ്ങിക്കാം. നല്ല വെയിലാണ്, ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ബസ് നിർത്തിയിട്ടിട്ടുണ്ട്. ബസ് ഇങ്ങനെ ലൈനായിട്ടുണ്ടാവും. നമുക്ക് ഏത് ബസ്സിൽ വേണമെങ്കിലും കയറാം. ഈ ബസ് നമ്മളെ രാമോജി ഫിലിം സിറ്റീൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഈ ബസ്സിലല്ല നമ്മൾ കറങ്ങാൻ പോകുന്നത്, നമ്മൾ ചെന്നിട്ട് വേറെ ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ രാമോജി ഫിലിം സിറ്റീൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അതൊരു നല്ല ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ സ്ഥലം വരെ നമ്മളെ പുറത്തുനിന്നുള്ള ബസ് കൊണ്ടുവിടും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ ബസ്സിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഇതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വലിയതായിട്ട് വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ കോംപ്ലക്സ് ആണ് ഈ രാമോജി ഫിലിം സിറ്റി. ഇത് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനത് അറിഞ്ഞത്. അത് ശരിക്കും ഒരു ഭയങ്കര സംഭവം തന്നെയല്ലേ. അത് വേൾഡിലെ ലാർജസ്റ്റ് ഫിലിം സിറ്റി. അത് നമ്മുടെ ഇന്ത്യയിലാണെന്ന് അറിയുമ്പം ഒരു അഭിമാനം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങാണ്. ഇവിടെ ഫിലിം സിറ്റീൻ്റെ ബസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. റെഡ് കളറിൽ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ബസ്സാണത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കയറാം. ഇവിടെ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ ബസ്സുകൾ. അപ്പോൾ അതിലേതിൽ വേണമെങ്കിലും കയറാം. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് AC ബസ്സും ഉണ്ട്, നോർമൽ ബസ്സും ഉണ്ട്. നമ്മളിപ്പോൾ നോർമൽ ബസ്സിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് അറിയില്ലായിരുന്നു നമുക്ക് AC ബസ്സുള്ള കാര്യം. AC ബസ് ഉണ്ടാകുന്ന സമയത്ത് 2500 അങ്ങനെ എന്തുവാണ് റേറ്റ്. ഇത് 1500. എന്തായാലും സാരമില്ല, നമുക്ക് AC ഇല്ലാത്ത ബസ്സിൽ തന്നെ പോവാം. പിന്നെ നല്ല ചൂടല്ലേ, അപ്പോൾ വെയിലത്ത് കൂടെയൊക്കെ നടന്ന് പിന്നെ AC കയറുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് കോൾഡൊക്കെ പിടിച്ചാലോ. അങ്ങനെ നമുക്ക് സമാധാനിക്കാം. കിട്ടാത്ത മുതിരി പുളിക്കും എന്നൊക്കെ പറയുന്ന പോലെ. ഇനി നമ്മൾ കാണുന്ന സൈഡിൽ കാണുന്നത് മുഗൾ ഗാർഡൻ ആണ് കേട്ടോ. ഒറിജിനൽ മുഗൾ ഗാർഡൻ അല്ല, അതിൻ്റെ പുറം ഭാഗം മുഴുവനും നമുക്ക് നോക്കുമ്പോൾ മുഗൾ ഗാർഡനൊക്കെ കാണിക്കാനായിട്ട് ഫിലിമിലൊക്കെ കാണിക്കാനായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് മൈസൂർ വൃന്ദാവൻ ഗാർഡൻ്റെ മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വൃന്ദാവൻ ഗാർഡനിൽ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ഷൂട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അവർ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ചെയ്യും. മുഗൾ ഗാർഡൻ വേണമെങ്കിൽ പുറത്ത് വന്നിട്ട് വീഡിയോ എടുക്കും. അത് കൊള്ളാം അല്ലേ. ഇതെന്ന് പറയുന്നത് കണ്ടിട്ട് എവിടെയെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? നമ്മുടെ വിദ്യാബാലൻ്റെ ഡേർട്ടി പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ഫിലിമിലെ ഊലാല ഊലാല എന്നുള്ള പാട്ടില്ലേ, അതിവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മലയാളം സിനിമ ഡാർലിംഗ് ഡാർലിംഗ് ഇല്ലേ, കാവ്യമാധവൻ്റെ മുത്തും പവിഴവും, ആ പാട്ടില്ലേ അതും, പിന്നെ പ്രണയ സൗഗന്ധികങ്ങൾ, ആ പാട്ടും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അത്ര പാട്ടുകാരിയൊന്നുമല്ല കേട്ടോ.
ചുമ്മാ ഒന്ന് ഓർക്കാൻ വേണ്ടി പാടിയെന്നേ ഉള്ളൂ. ഇവിടുത്തെ റൈറ്റ് സൈഡിൽ ഗ്രീക്ക് ആർക്കിടെക്ചർ നല്ലൊരു സ്റ്റാച്യു ആണ് കേട്ടുള്ളത്. ഠണ്ടാ ഠണ്ടാ കൂൾ കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഡൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് അമിതാഭ് ബച്ചൻ്റെ സൂര്യവംശി എന്ന് പറഞ്ഞ ഫിലിമില്ലേ, അതുപോലെ ചന്ദ്രമുഖി എന്ന് പറഞ്ഞ സിനിമയല്ലേ, നമ്മുടെ മൺചിത്രത്താഴിൻ്റെ തമിഴ്, അതിലെയൊക്കെ കൊട്ടാരമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. ശരിക്കും ഈ കാണുന്ന കൊട്ടാരമൊന്നും ഒറിജിനൽ അല്ല കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫൈബറും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളാണ്. എല്ലാ കെട്ടിടങ്ങളും ഒരു സംഭവം തന്നെയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് ഉൾഭാഗമൊക്കെ കാണിച്ചു തരാം വീടിൻ്റെയൊക്കെ, അപ്പം മനസ്സിലാവും. അതപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഫോറിനിലൊക്കെ ഉള്ള മാർക്കറ്റ് ഉണ്ടാവുമല്ലോ, മാർക്കറ്റ് പ്ലേസസ്, അതാണ് ഈ കാണുന്നത്. താജ്മഹൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത്. ഇതൊക്കെ ഇപ്പം പെയിൻ്റൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പം ഷൂട്ടിങ്ങുകാർ വരുന്ന സമയത്ത് അവർ പെയിൻറ്റ് ചെയ്ത് നല്ല മൂടി പിടിപ്പിച്ചൊക്കെ എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതും അതും ഇതുപോലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഷോപ്പുകൾ, ബിൽഡിങ്ങുകളൊക്കെയാണ്. ഈ അങ്ങനെയാണ് കേട്ടോ, ഫേക്ക് ആയിട്ടുള്ളതാണ്, ഒറിജിനൽ അല്ല. ഇനി നമ്മൾ ഈ കാണുന്നതാണ് സൗത്ത് ഇന്ത്യൻ ലൊക്കേഷൻസ് ആണ്. ശരിക്കും നമ്മൾ വിചാരിക്കും ഒറിജിനൽ ബിൽഡിംഗ് ആണെന്ന് തന്നെ വിചാരിക്കും. ആദ്യം ഞാൻ വിചാരിച്ചത് എന്തിനാ ഈ ഇവിടെ വീടിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ കൊണ്ടുപോകുന്നതെന്ന്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇതൊന്നും ഒറിജിനൽ അല്ല എന്ന് മനസ്സിലായപ്പോഴാണ് വാവുന്നൊരു ഫീലിംഗ് നമുക്ക് തോന്നുക. കുറേയൊക്കെ ബസ്സിൽ പോകും, കുറേയൊക്കെ നടന്നൊക്കെ കാണാനുള്ളതൊക്കെയാണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് 1600-ലധികം ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഫിലിം സിറ്റിയാണ്. അപ്പം നമുക്ക് എന്തായാലും അറിയാലോ എത്രമാത്രമായിരിക്കും ഇത് ഉണ്ടാവുക എന്ന്. അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ വീതി ഉണ്ടോ, കുറഞ്ഞ വീതിയിൽ ബിൽഡിങ്ങിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ സ്ഥലമാണ് സൗത്ത് ഇന്ത്യ. ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഫിലിമിൽ ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ, ഫൈറ്റൊക്കെ നടക്കുന്ന സീൻ, ഒരു ഗ്രാമത്തിൽ വെച്ചിട്ടുള്ള ആ സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു വില്ലേജിൻ്റെ ലൊക്കേഷനിൽ ഇപ്പോൾ ഇവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ വില്ലേജ് ലൊക്കേഷനാണ്. ബാഹുബലി ഫിലിമിലെ വില്ലേജ് ഇല്ലേ, ആ വില്ലേജിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. ആ കാണുന്നത് ഒറിജിനലാണ് കേട്ടോ. നമുക്ക് ഒറിജിനൽ ഫേക്ക് ഏതാണെന്ന് മനസ്സിലാവും. ഇത് രാമോജി ഫിലിം സിറ്റിയുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. ഇനി നമ്മൾ ഈ കാണുന്നതാണ് നാഷണൽ ഹൈവേ ആയിട്ട് വീഡിയോ എടുക്കുന്നത്. ഇവിടെ സൈഡിലായിട്ട് സൈൻ ബോർഡ് ഉണ്ടാവും, മുംബൈ ടു പൂന ഇത്ര 200 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെൻട്രൽ ജയിലാണ് കേട്ടോ, ഒറിജിനൽ അല്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടി വരും തോന്നുന്നുണ്ട്. അവിടെ ആ കാണുന്നത് ഹാങ് ചെയ്യാനൊക്കെയുള്ള, അതായത് തൂക്കിക്കൊല്ലാനൊക്കെ ഉള്ള ഒരു പ്ലേസ് ആയിട്ട് എടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ജസ്റ്റ് ഡമ്മി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ വരുന്നവർക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 2 സൈഡിലായിട്ട് അതുപോലെ ജയിലുകൾ കാണിച്ചിട്ടുണ്ട്, തുറുങ്കിലടച്ചിട്ടുള്ള ആൾക്കാരെയും കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഡമ്മി ആയിട്ട് വെച്ചിരിക്കുന്നത്. അന്ന് നമുക്ക് കാണുമ്പോൾ ഒരു പേടി തോന്നാനായിട്ട്. ഇവിടെയാണ് നമ്മുടെ CID മൂസ ജയിലൊക്കെ കാണിക്കുന്നില്ല, അതുപോലെ സിംഗം ഫിലിമിൽ, പിന്നെ അതുപോലെ കുറേ ഫിലിമിൻ്റെ പേരൊക്കെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. വേറെ എല്ലാ സിനിമകളിലും സെൻട്രൽ ജയിലിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 4 എലിവേഷനാണ്. ഫ്രണ്ടിൽ നായികയുടെ വീട് കാണിക്കും, സൈഡിൽ നായകൻ്റെത്, ബാക്കിൽ വില്ലൻ്റെ വീട്, അങ്ങനെയൊക്കെ ആയിട്ട് ഒറ്റ വീട്ടിൽ തന്നെ 4 ഇതും ഷൂട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള വീടാണ്. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇൻഡോർ ഷൂട്ടിംഗ് സൈറ്റ്സ് ആണ്. ഇവിടെ ഇപ്പോൾ AC ആണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം, നല്ല പുറമെ കാണാനും കൂറയാണെങ്കിലും ഉള്ളിൽ നല്ല അടിപൊളിയാണ്. പിന്നെ വാട്ടർഫോളിൻ്റെ സീൻസ്, അങ്ങനത്തെ ഒക്കെ ഇൻഡോർ സീൻസ് ഒക്കെ ഉണ്ടാവില്ല, ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ളത്, അതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇതുണ്ട്, ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ദർബാർ ഹാള് ഒക്കെ കാണിക്കുന്ന സെറ്റുകളൊക്കെയാണിത്. പ്രതിമകളൊക്കെ വെറുതെ ഒരു ഡമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സദസ്സിലെ അംഗങ്ങളുടെയൊക്കെ. പക്ഷെ ഇവിടെ വെച്ചിട്ട് ഷൂട്ടൊക്കെ ചെയ്യും. ഇതിൻ്റെ ഉള്ളിലൊക്കെ AC ആണ് കേട്ടോ, നല്ല സുഖമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അപ്പം ഇവിടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഐസ്ക്രീമും ഷെയ്ക്കുകളും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ വലിയ ഗുണമൊന്നുമില്ല കേട്ടോ അത് കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. കാജോൽ ട്രെയിനിൻ്റെ പുറകെ ഓടുന്നതും ഒക്കെ സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ രാജശകടം വരുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇനി ഇതാ നമ്മൾ പോകുന്നതാണ് ബാഹുബലി ഫിലിമിൻ്റെ സെറ്റിലേക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരിപ്പോൾ ഒരു ഫിലിം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ സെറ്റൊക്കെ ഉണ്ടാക്കി പിന്നെ അത് പൊളിച്ച് കളയൊന്നുമില്ല, അത് അങ്ങനെ തന്നെ വെച്ചേക്കും അവിടെ തന്നെ. കാണാൻ വരുന്നവർക്കും ഒരു കൗതുകമല്ലേ. അവിടെ ബാഹുബലിൻ്റെ വലിയ ഡ്രം വെച്ചിട്ടുണ്ട്. ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. കോട്ട കണ്ടോ, അതിൻ്റെ ആ ഡോറൊക്കെ നോക്കും, എന്തൊരു വലുപ്പമാണ് സംഭവം. ഇതൊന്നും ഒറിജിനലല്ല നമുക്ക് തോന്നുന്നില്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പം ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അവർ അതിൻ്റെ പാട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാഹുബലിയിലെ പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓർമ്മയുണ്ടോ ബാഹുബലീൻ്റെ ആ ഹോമകുണ്ടമില്ലേ,
ദേവസാനം ഇങ്ങനെ വിറകെടുത്ത് ഇടുന്ന ഒരു ഇതില്ലേ, ഹോമകുണ്ടം, അതാണത്. അതിനകത്ത് ചിക്കു കയറി നിൽക്കുന്നുണ്ട്. അതാണ് ബാഹുബലിയിലെ രഥം. എൻ്റെ അമ്മ ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ തൊടുമ്പോഴൊക്കെ നല്ല നല്ല ഹാർഡാണ്. ഇതൊക്കെ പിന്നെ അങ്ങനെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇത് മൂവ് ചെയ്യേണ്ടതല്ലേ. അമ്പോ ഇതാരാണ് രഥം വലിക്കുന്നത്? സൈതേട്ടൻ രഥം വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. ഇതൊക്കെ ഒരു രസമല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഒരു കഫേ ഉണ്ട് കേട്ടോ, വലിയൊരു കഫേയാണ്. ബാഹുബലി ബിരിയാണി ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന്, വലിയ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചില്ല, ഞങ്ങൾക്ക് പിന്നെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അതുകൊണ്ടാ നമ്മുടെ ആ രാജാവിൻ്റെ സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ മുറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വെള്ളത്തിലേക്ക്. അത് അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ, ആ ഒരു എന്താ പറയുക, മൊത്തത്തിൽ ഒരുമിച്ച് അമ്പൊക്കെ പോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ. ഇതിനപ്പുറത്ത് കാണുന്ന ആ ഒരു വലിയ മതിലും അതൊന്നും ഒറിജിനലല്ല. ഇതാണ് കേട്ടോ സ്പീക്കർ, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. ഓരോ സ്ഥലത്തും സിനിമ നല്ല ഫേമസ് ആയിട്ടുള്ള ഫിലിം ഉണ്ടെങ്കിൽ ആ സിനിമയുടെ പാട്ടുകൾ അതിൻ്റെ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നതാണ്, ഇതിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നതാണെന്നൊക്കെ. പിന്നെ ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് കേട്ടോ, വലിയൊരു അഡ്വഞ്ചർ പാർക്ക്. കോംപ്ലിമെൻ്ററി ഉണ്ട്, അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ടതുണ്ട്. സിപ്പ് ലൈനിൽ സൈതേട്ടൻ കയറി വരുന്നുണ്ട്. ഇത് പക്ഷേ അധികം ഇല്ല കേട്ടോ, ദൂരം വളരെ കുറവാണ്. ഇപ്പോൾ ചിക്കു ബങ്കി ജമ്പിങ്ങിന് കയറാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കെ പിടിച്ചോണേ, ഫ്രെയിമിന്ന് ഔട്ട്. അയ്യോ അത്രയും ഉയരത്തിലൊക്കെ പോകും. ശരിക്കും എനിക്കിതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ചിക്കുവിനാണെങ്കിൽ ഭയങ്കര കുറച്ച് കൂടുതൽ ആവേശമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കയറാൻ. എനിക്കാണെങ്കിൽ തല കയറി. എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് അത് കണ്ടിട്ട് തന്നെ എൻ്റെ കാല് വിറച്ചിട്ട് വയ്യ. ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് പോയിട്ട് ഒന്ന് താഴോട്ട് വരും, ഒന്നിങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ കളിക്കുന്നു മാത്രമേ വിചാരിച്ചുള്ളൂ. ഇത് മേലെ പോയി ഫുള്ളായിട്ട് കറങ്ങി തിരിഞ്ഞ് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, ചിക്കുവും വിചാരിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നേ? കൈയൊക്കെ നിറച്ച് ഞാൻ ശരിക്കും പറന്നു പോകുന്നുണ്ടായിരുന്നു. കാലൊക്കെ ഇറക്കുന്നു. ഇപ്പം ഇത് ഹവാമഹലാണ്. ഹവാമഹൽ ഒറിജിനൽ അല്ല കേട്ടോ, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു കൊത്തുപണികളൊക്കെ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കല്ലിൽ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ അതൊന്നും അല്ല. ഇതിനകത്ത് കയറിയാൽ ഫുഡ് കിട്ടില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഫുഡ് കോർണേഴ്സ് ഉണ്ട് അവിടെ. പിന്നെ ഇതുപോലെ സോങ്ങുകളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളും പിന്നെ ഒരു പ്രത്യേകതരം ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നേപ്പാളിലൊക്കെ ഉള്ള ബിൽഡിംഗ് പോലത്തെ അങ്ങനത്തെ സൈറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വലിയ നീണ്ടു കിടക്കുന്ന ഒരു മതിൽ പോലെ ഒരു സംഭവമുണ്ട്, ചൈനയുടെ വൻമതിൽ പോലെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് നടന്ന് ഒക്കെ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സമയം, ആ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്, അവിടെ ഒക്കെ ഇറങ്ങിയിരുന്നു. ശരിക്കും സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പോകുന്ന വാവ് അടിപൊളി ലണ്ടൻ സിറ്റിയാണ്. ഇപ്പോൾ ലണ്ടനിലൊക്കെ പോയിട്ട് സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ ലണ്ടനിൽ പോകേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ ലണ്ടനിലെ പോലെ തന്നെ വീടുകളും അതിൻ്റെ ആ ഒരു സ്ട്രീറ്റും ഒക്കെയാണ് ഇതുള്ളത്. അടുപ്പിച്ചടുപ്പിച്ച് പലതരത്തിലുള്ള വീടുകളാണ്. ഇതെന്താ നല്ല പുതിയ വീട് പോലെ ഉണ്ട്, നല്ല പുൽത്തകിടിയും എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. സംഭവം ഒന്നും ഒറിജിനൽ അല്ല. ശരിക്കും നല്ല ഒറിജിനൽ വീട് പോലെ. ആ ജനലൊക്കെ വെറുതെ വെച്ചിരിക്കുക കേട്ടോ, ജനലൊന്നും തുറക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ജനലൊന്നും അല്ല അത്. ചില വീടിൻ്റെ ഡോർ പോലും അങ്ങനെയാണ്, തുറക്കാൻ പറ്റുന്നതല്ല, വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഉദയനാട് താരത്തിൽ മീനയുടെ വീടൊക്കെ ഇല്ല, അതൊക്കെ ഇവിടെ രാമോജി ഫിലിം സിറ്റി തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള ഇതിലൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഇങ്ങനെ മുളയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ അവർ നല്ലപോലെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് എടുക്കും. അടുപ്പത്ത് ഞങ്ങളിത് അവിടെ ഒരു വീട്ടിൻ്റെ തിണ്ണയിലോട്ട് കയറിയതാണ്. ഈ ഡോറൊക്കെ കണ്ട, ഡോറിന് തുറക്കാനുള്ള സ്ഥലമൊന്നുമില്ല, ചുമ്മാ ഡോറ് പോലെ വെച്ചിരിക്കുക. ഇത് നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിങ് കേട്ടോ. ശരിക്കും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫിലിമിലൊക്കെ കാണുമ്പോൾ ഓർക്കാം, ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല ഇതൊന്നും. ഇപ്പോൾ ഒരു വീട് തുറന്നിട്ടുണ്ട് കേട്ടോ, നമുക്കകത്ത് കയറി കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഇങ്ങനെയാണ് വീടിൻ്റെ അകം ഇരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ വലിയ വീടാണല്ലോ, അപ്പോൾ ചെറിയ വീതിയിൽ ഉള്ള, ഉള്ളിലൊക്കെ ചെറിയ വീതിയിൽ, അത്ര മാത്രം മതിയല്ലോ, പുറമേ നിന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. കൊള്ളാമല്ലേ ഇത് സംഭവം.
ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാ വീടുകളും ഇങ്ങനെയാണ്. ഇപ്പോൾ ബാൽക്കണിയിലൊക്കെ നിന്നിട്ടൊക്കെ വീഡിയോ എടുക്കില്ലേ, അതൊക്കെ ഇങ്ങനെ കാണിക്കും. പിന്നെ ഉള്ളിൽ കയറുമ്പോൾ വേറെ ലൊക്കേഷനായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ വന്നതല്ലേ എൻ്റെ ഒരു ഓർമ്മയ്ക്ക്. ഇനി നമ്മൾ കാണുന്നതാണ് ഈ ഒരു ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന്റെ ഒരു സൈഡ് ഹോസ്പിറ്റലാണ്, മറ്റേ സൈഡ് എയർപോർട്ടാണ്. ഇപ്പോൾ ഇപ്പുറത്ത് നമ്മൾ എയർപോർട്ടിലേക്ക് കയറുകയാണ്. വിശാഖപട്ടണം എയർപോർട്ടാണ് അല്ലെങ്കിൽ മുംബൈ എയർപോർട്ടൊക്കെ ആണെങ്കിൽ അതിന്റെ ബോർഡ് അവിടെ വയ്ക്കും, മുംബൈ ടെർമിനൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ബോർഡ് വയ്ക്കും. സീറ്റിങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ശരിക്കും ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഇവിടെ അനൗൺസ്മെന്റും, ശരിക്കും അവിടെ എയർപോർട്ടിലൊക്കെ ഉള്ള അനൗൺസ്മെന്റും കേൾക്കാനുണ്ട്. ഇപ്പോൾ എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഡിപ്പാർച്ചർ ഒക്കെ ഉണ്ടല്ലോ, ഏരിയ ഒക്കെ ഉണ്ടല്ലോ. ഫ്ലൈറ്റും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഫ്ലൈറ്റിലേക്ക് നമുക്ക് കയറി നോക്കാം. ഇപ്പം ഇതൊക്കെ ഇങ്ങനെ കളറൊക്കെ മങ്ങി ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ഷൂട്ടിംഗ് സമയത്ത് അവർ പെയിന്റ് ചെയ്തെടുക്കും. ശരിക്കും ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയ പോലെ ഉണ്ട് കേട്ടോ. അടിപൊളി. ആ ഒരു സീറ്റിങ്ങും എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് പറക്കാം. നമ്മൾ തിരിച്ചിറങ്ങാണ്. ഇത് സ്കൂളുകളും കോളേജുകളും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള ബിൽഡിംഗ് ആണത്. മൾട്ടിപർപ്പസ് ബിൽഡിംഗ് എന്നാണ് അവർ പറയുന്നത്. എന്ത് വേണേലും ആക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബട്ടർഫ്ലൈസ് ഒക്കെ ഉള്ളത്. പിന്നെ ബേർഡ് സാങ്ച്വറി ഉണ്ട്. നല്ല ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും തണുപ്പ് വേണമല്ലോ, അങ്ങനത്തെ ബേർഡ്സ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നല്ല സുഖം അതിനകത്തോട്ട് കയറുമ്പം പുറത്തുനിന്ന്. ഇവിടെ തന്നെ ഇങ്ങനെ നല്ല വലിയൊരു വാട്ടർഫോൾ പോലത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. നല്ല സുഖമുണ്ട് അവിടെ ഇരിക്കാനായിട്ട്. ഇങ്ങനെ വെള്ളം ഇതിനകത്ത് നല്ല സുഖമാണ് നമുക്ക് ശരിക്കും. ആ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ബേർഡ്സിൻ്റെ കൂടെ നമുക്ക് ഒന്ന് തണുപ്പ് കിട്ടും. പിന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി. ഈ ഒരു സ്ഥലമാണെന്നേ തോന്നുന്നില്ല. പിന്നെ അതുപോലെ ഇത് തത്തകൾ മാത്രമുള്ള ഇതാണ്. നല്ല ഇതിൻ്റെ ഉള്ളിലും നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത്. അതൊക്കെ കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട് ഇതിനകത്തെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറയുന്നുള്ളൂ. അതുപോലെ ഇവിടെ ഇങ്ങനെ ഓസ്ട്രിച്ചിൻ്റെ മുട്ട വെച്ചിട്ടുണ്ട് കാണാനായിട്ട്. വലിയ യമണ്ട മുട്ട. പിന്നെ സിനിമകളിലൊക്കെ ഗുഹകളൊക്കെ കാണിക്കുന്ന ഒരു സെറ്റാണ്. ഇതിനിവിടെ കൃപാലു കേവ്സ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആ ഒരു ഗുഹയിലേക്ക് നമുക്കൊന്ന് കയറാം. ഇതൊന്നും കല്ലല്ല കേട്ടോ, പക്ഷെ കണ്ടാൽ പറയില്ല കല്ലല്ല എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിവിടെ വെച്ച് നിർത്താം അല്ലേ. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനിരുത് കിളി പോയ കാര്യമൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു ഒന്നും കട്ട് ചെയ്യേണ്ട അങ്ങനെ തന്നെ ഇട്ടാൽ മതി. പക്ഷേ ശരിക്കും നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പം അങ്ങനെ ഞാൻ ഇടുന്നത് ശരിയല്ലല്ലോ. എന്നാലും മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ വന്ന് കാണാൻ സാധിക്കണമെന്നില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മളെല്ലാവരും കൂടി അല്ലേ ഹൈദരാബാദ് ട്രിപ്പിന് വന്നത്. അപ്പം അതുകൊണ്ട് എല്ലാം ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പാർട്ടാക്കിയിട്ടുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ 2 പാർട്ടായി കിടക്കട്ടെ എന്ന്. അപ്പോൾ ഈ ഒരു പകുതി ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയും ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.